സിനിമാ വ്യവസായം ശരിക്കും പറഞ്ഞാൽ ഇരുത്തം വന്നു പോവുകയാണ്. അതിൻ്റെ ഒരു ക്ലിപ്പ് എനിക്ക് അയച്ചു തരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ നടുങ്ങിപ്പോയി. ആ സീനുകളൊക്കെ അന്ന് മൊബൈൽ വഴി പറന്ന് നടക്കുകയാണ് ആ സാധനങ്ങൾ. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടൊരു വ്യാജ പ്രിന്റ് കാണുന്നത് രാവണപ്രഭു സിനിമ ഇറങ്ങുന്ന സമയത്താണ്. എന്താ അതിൽ ടൊവിനോ മരിക്കും എന്നുള്ളതിന്റെ എല്ലാ പ്രധാന കാര്യം ഇങ്ങനെ ആ ഒരു സ്പോയിലർ ഇങ്ങനെ ആ ഒരു ഓഡിയോ ഇറങ്ങുന്നത് അതെനിക്കൊന്ന് ട്രെൻഡ് ആയിട്ട് മാറിയതാണോ ആ ഒരു രീതിയിലേക്ക്? അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാൻ ഫൈറ്റ് ആണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ പ്രിന്റ് ഇറക്കുന്നവർക്കല്ല ബുദ്ധിമുട്ട് വന്നത്. മോഹൻലാലിന്റെ തുടരും സിനിമ ഇപ്പൊ തിയേറ്ററിൽ വളരെ ആഘോഷപൂർവ്വം അല്ലെങ്കിൽ വളരെ സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചേട്ടൻ അറിയാമല്ലോ. പിന്നെ തീർച്ചയായിട്ടും മലയാളി പ്രേക്ഷകരെല്ലാം കാത്തിരുന്ന ഒരു ലാലേട്ടൻ മൂവിയുടെ കംബാക്ക് എന്ന രീതിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ മൂവിയുടെ കംബാക്ക് എന്നതിനേക്കാൾ ഉപരി കുടുംബ പ്രേക്ഷകരുടെ തിയേറ്ററിലേക്കുള്ള തിരിച്ചുവരവ് എന്ന് പറയുന്നതായിരിക്കും കുറച്ച്. അത്രയധികം ആൾക്കാർ കൂടുതലായിട്ടും തിയേറ്ററിലേക്ക് പോയി ഒരു പല സ്ഥലങ്ങളിലും ബ്ലോക്ക് ഒക്കെ ആയി മാറുന്നത് നമ്മുടെ ഈ തൊട്ടടുത്ത് ആലുവ തന്നെ ഇന്നലെയൊക്കെ വൈകിട്ട് ഭയങ്കര ബ്ലോക്ക്. മിക്ക സിനിമകളുടെയും ഒരു തിയേറ്റർ സക്സസിന് വില്ലനായി മാറുന്നത് വ്യാജൻ ഇറങ്ങുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എന്താ? തീർച്ചയായിട്ടും ഇത് ഇന്നലെ ഒന്നും തുടങ്ങിയ ഒരു സംഭവം അല്ല ഈ വ്യാജനം എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടൊരു വ്യാജ പ്രിന്റ് കാണുന്നത് രാവണപ്രഭു സിനിമ ഇറങ്ങുന്ന സമയത്താണ്. VCR ആണെന്ന് പണ്ട് സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ സിഡിക്ക് മുന്നേ VCR VCP എന്ന് പറയുന്ന രണ്ട് ആ ഒരു ടൈപ്പ് ആയിരുന്നു അന്ന് വ്യാജൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്ന നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് ടെലിഗ്രാം പല രീതിയിലേക്ക് ലിങ്ക് വഴി ഈ ഒരു വ്യാജം നമ്മുടെ ഒരുപാട് അപ്ഗ്രേഷൻ നടന്നിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് അപ്ഡേഷൻസ് ഈ ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ട്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആതിര ഞാൻ പറഞ്ഞല്ലോ രാവണപ്രഭുവാണ് ഞാൻ ആദ്യമായി കാണുന്ന ഒരു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വ്യാജന്റെ പേരിൽ ഒരു സിനിമയെ വലിയ രീതിയിലൊരു ഇൻഡസ്ട്രിയൽ ആയിട്ട് ബാധിച്ചു എന്ന് എനിക്ക് അറിവുള്ളത് പ്രേമമാണ്. ഞാൻ അതിന്റെ കഥയിലേക്ക് വരാം. അതായത് അൽഫോൻസ് പുത്രൻ ചെയ്ത ഒരു സിനിമ, കാരണം മലയാള സിനിമയിൽ അങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിൽ ഒരു ഹിറ്റിലേക്ക് പോവാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈ ഒരു അതിലേക്ക് വരുന്നതിന് ഞാനൊരു കാര്യം പറയാം. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന മലയാള സിനിമയ്ക്കും ലോക സിനിമയ്ക്കും അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന വ്യാജനിലും അപ്ഡേഷൻസ് വരുന്നത് പ്രേമം തൊട്ടാണ്. ഞാൻ പറയാം. അതായത് ഈ പ്രേമം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു നെക്സ്റ്റ് ലെവൽ അപ്ഡേഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ ഈ വ്യാജനിലും അതൊരു നെക്സ്റ്റ് ലെവൽ അപ്ഡേഷൻ ആയിരുന്നു. അതായത് ഞാൻ പറയുന്നത്, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം കണ്ടത് രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയുടെ വ്യാജ കാസറ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് VCR ആണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിനുള്ളിൽ ഒളിച്ചിരുന്ന് കോപ്പി ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. മൊബൈൽ വന്നപ്പോ ഓടിക്കൊണ്ട് ഈ ട്രെയിനിൽ സീഡികളൊക്കെ വിൽക്കുന്ന ആ ഒരു അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഈ സംസ്ഥാനം കടന്നു കഴിഞ്ഞാൽ അത് നിർലോഭം ലഭിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന ടൈമിൽ ബാംഗ്ലൂര് മടിവാള ഈ പറയുന്ന ബസ് സ്റ്റാൻഡിന്റെ താഴെ ഇത് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് വ്യാജ CD അവിടെ നിന്ന് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അതൊക്കെ അന്നത്തെ കാലം, അത് വിട്. അപ്പം ഞാൻ പറഞ്ഞത് അന്നത്തെ കാലത്ത് പറഞ്ഞാൽ തിയേറ്ററിനുള്ളിൽ ഒളിച്ചിരുന്നിട്ട് എടുക്കുന്നതാണ് ആദ്യകാല തിയേറ്റർ പ്രിന്റ്. അതായത് മൊബൈൽ ഫോൺ അല്ല, അന്ന് മൊബൈൽ ഫോൺ ഒന്നും ക്യാമറ വരുന്നില്ലല്ലോ. ഈ പറയുന്ന രാവണപ്രഭുവൊക്കെ ഇറങ്ങുമ്പോൾ മൊബൈൽ ഫോൺ ആരുടെയിലുണ്ട്. അന്നത്തെ കാലത്ത് വീഡിയോ ചെറിയ ക്യാം കോഡർ ഉണ്ടല്ലോ, ക്യാം കോഡർ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യണം. അതായത് ഒരാൾ വരുമ്പോഴേക്ക് ഇവർ കൈവച്ച് സ്ക്രീൻ മറയ്ക്കും. അപ്പൊ ഡയലോഗ് മാത്രം, തിയേറ്ററിൽ നിന്നുള്ള ഡയലോഗ് മാത്രമേ ആയിക്കോളൂ. കാറില് കൂവല്, ബഹളം, കയ്യടി, ഇതെല്ലാം കൂട്ടി ഓരോ സമയമൊക്കെ എത്തിയപ്പോഴത്തേക്കും ഈ ഒരു തിയേറ്ററിൽ ഇതേപോലെ കർശനമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് തമിഴ് ടോറന്റ് അല്ല, തമിഴ് റോക്കേഴ്സ് വന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ ചെക്കിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഫോണ് യൂസ് ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഒന്നും നിലവിൽ വന്നിട്ടില്ല. അങ്ങനെ വരുമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഓർമ്മ, എനിക്ക് തോന്നി ഈ പ്രേമത്തിന്റെ ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം ആതിര ഞാൻ പറയാലോ 2000 രൂപ ടൈമിലൊക്കെ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനല്ല ആതിര, അതൊക്കെ വേറെ ഗിമിക്സ് മാത്രമാണ്. അതായത് 2000 രൂപ നോട്ടിലെ ചിപ്പ് പോലെയാണ്. അതായത് ഈ പറയുന്ന തിയേറ്ററുകളിൽ നിന്ന് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുന്ന പ്രേമത്തിന്റെ സമയത്ത് വന്ന ഒരു തള്ളു മാത്രമാണ്. 2000 രൂപ നോട്ട് ഇറങ്ങിയപ്പോൾ ആതിര ഓർക്കുന്നില്ലേ? 2000 രൂപ നോട്ടിനുള്ളിൽ ഒരു ചിപ്പുണ്ട്. അത് മണ്ണിനുള്ളിൽ കുഴിച്ചിട്ടാലും സാറ്റലൈറ്റ് അത് ക്യാപ്ചർ ചെയ്യും, കള്ളപ്പണം പൂഴ്ത്തി വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞൊരു ഇറക്ക് വന്നില്ലേ?
അതുപോലെ തന്നെയാണ് ഈ തിയേറ്ററുകളിൽ ഈ സ്ക്രീനിന് നേരെ പിടിക്കാൻ പറ്റില്ല, അങ്ങനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറയാം ഇതിന്റെ ഒരു സ്ക്രീനിന് നേരെ പിടിക്കാൻ പറ്റില്ല എന്നല്ല, ആ ഒരു ടൈമിന് ശേഷം എന്ന് പറയുന്നത് തിയേറ്ററിൽ നല്ല ചെക്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മള് ആ തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ ഒരാളുണ്ടാവുമല്ലോ, അതിന്റെ അപ്പുറത്തേക്കും ഈ തിയേറ്ററിന്റെ അകത്തും കുറച്ച് ആൾക്കാരെ ഇവര് നിൽക്കുന്നുണ്ടാവും, കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടാവും. എക്സ്ട്രാ ഇങ്ങനെ ആരെങ്കിലും ഈ ഒരു തിയേറ്റർ മൂവി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അടുത്ത സെക്കൻഡ് തൊട്ട് ഈ മൂവി പുറത്തേക്ക് പോകരുതല്ലോ, അപ്പൊ ആ ഒരു രീതിയിൽ. അപ്പൊ അങ്ങനെ ഈ ഒരു ചെക്കിങ് ഉണ്ടാവുമ്പോഴും കാണാം ചില ബിരുദന്മാർ ഈ ഒരു രീതിയിൽ അവര് എക്സ്ട്രാ ഒരു പ്രോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു തലത്തിലേക്കൊക്കെ പോയിട്ട് എങ്ങനെ എനിക്കിത് ഞാൻ കണ്ടത് 10 പേരോട് ഞാനിത് കാണിക്കുന്ന രീതിയിൽ നമ്മൾ ചിലപ്പോൾ പറയില്ലേ, മൂവി കണ്ട ഉടനെ തന്നെ ഈ അതിന്റെ ഫുൾ ട്വിസ്റ്റുകളൊക്കെ സ്പോയിലർ ആക്കി ട്വിസ്റ്റ് ഒരു ഓഡിയോ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഇപ്പൊ എല്ലാ സിനിമയിലും. ഇപ്പൊ എമ്പുരാൻ ഇറങ്ങിയ സമയത്തും അതിൽ ടൊവിനോ മരിക്കും എന്നുള്ളതിന്റെ എല്ലാ പ്രധാന കാര്യം ഇങ്ങനെ ആ ഒരു സ്പോയിലർ ഇങ്ങനെ ആ ഒരു ഓഡിയോ ഇറങ്ങുന്നത്, അത് എനിക്കൊന്ന് ട്രെൻഡ് ആയിട്ട് മാറിയതാണോ? അത് ആദ്യം പണ്ട് തൊട്ടേ ഉള്ളതാണ് ഈ ട്വിസ്റ്റുകൾ പുറത്തു വിടുന്നത്. അതായത് ഒരു താരത്തിന്റെ സിനിമ പൊളിക്കാനായിട്ട് മറ്റൊരു താരത്തിന്റെ ആരാധകർ ആദ്യം തന്നെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് പടം മുഴുവൻ കണ്ടിട്ട് അതിനകത്തെ പ്രധാനപ്പെട്ട രംഗങ്ങളൊക്കെ പുറത്തു വിടുക. അതുപോലെ തന്നെ തിയേറ്ററിൽ നിന്നുള്ള പ്രിന്റുകൾ ഇപ്പോൾ മൊബൈൽ വന്നപ്പോഴേക്കും പ്രധാന ഇൻട്രോ സീൻ മുതൽ എന്താ പറയുക ഫൈറ്റ് സീക്വലുകൾ, ക്ലൈമാക്സിലെ പ്രധാന ട്വിസ്റ്റുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പുറത്ത് വിടുന്നതൊക്കെ അതൊക്കെ ഒരു ഫാൻ ഫൈറ്റ് ആണ്. അതിനെ തിയേറ്റർ പ്രിന്റ് പുറത്തിറക്കാന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളാണെങ്കിലും ഒരു പടം കാണാൻ പോകുമ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ ആ പടം കണ്ടു എന്ന് അറിയിക്കാനായിട്ട് ആ പടത്തിൻ്റെ ടൈറ്റിൽ സ്റ്റാറ്റസ് ആക്കി ഷൂട്ട് ചെയ്തിടുന്നുണ്ട്. ഈ പ്രേമം വന്നതിന് ശേഷം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ചെക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകൾക്കുള്ളിൽ ക്യാമറ ഫിറ്റ് ചെയ്തു, നൈറ്റ് വിഷൻ ക്യാമറകൾ ഫിറ്റ് ചെയ്തു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ പ്രിന്റ് ഇറക്കുന്നവർക്കല്ല ബുദ്ധിമുട്ട് വന്നത്. ഈ തിരക്ക് കുറഞ്ഞ പടത്തിന് ഈ കാമുകിമയം കൂട്ടിക്കൊണ്ട് ബാക്ക് സീറ്റിൽ ഏറ്റവും കോർണറിൽ പോയിരുന്ന പടം കാണുന്ന ചില കുൽസിത അണ്ണന്മാരുണ്ട്. ഞാൻ ജസ്റ്റ് ഫോർ എ ഫൺ, ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതല്ല, അങ്ങനെ ഈ C ക്ലാസ് B ക്ലാസ് തിയേറ്ററുകളിലൊക്കെ പോയിരിക്കുന്ന കുറേ അണ്ണന്മാരുണ്ടായിരുന്നു. അവരുടെ കഞ്ഞികൂടി മുട്ടി. അതിനുശേഷം B ക്ലാസ്സുകളൊക്കെ തന്നെ A ക്ലാസ്സുകളായി, എല്ലായിടത്തും റിലീസ് വന്നല്ലോ. C ക്ലാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഇല്ലാതായിപ്പോയി. ഇപ്പം ഈ തിയേറ്ററുകളിലെ ക്യാമറകളിൽ പലതും വർക്ക് ചെയ്യുന്നില്ല. പലതും എന്നല്ല, 99% തിയേറ്ററുകളിലെയും ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ആതിര പറഞ്ഞ തിയേറ്ററിനുള്ളിൽ ഈ ടിക്കറ്റ് കയറി കഴിഞ്ഞ് അകത്തേക്ക് കയറ്റുന്ന അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സീറ്റ് നമ്പർ കാണിച്ചു കൊടുക്കാനുള്ള ആളുകൾ മാത്രമായി. അതിനുശേഷം അവരും തിയേറ്ററിന് പുറത്തേക്ക് പോകണം. തിയേറ്ററിനുള്ളിലൊന്നും ആൾക്കാരില്ല, ഒരാളുമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന പ്രിന്റുകൾ നമ്മൾ മുൻപ് പറഞ്ഞു തന്ന സംഭാഷണത്തിൽ നിന്ന് വിട്ടുപോയതാണ്. ഈ പ്രേമം ഒരു നെക്സ്റ്റ് ലെവൽ അപ്ഡേഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞത്. ഈ തിയേറ്റർ പ്രിന്റ്സിന്റെ പലപ്പോഴും എന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റി ഇല്ലായ്മ, അതിന്റെ അപ്പുറത്തേക്കും കാരണം നമുക്ക് OTT എങ്ങനെയാണോ കാണുന്നത് ആ ഒരു HD മികവോടെയാണ് ഇപ്പോൾ വ്യാജം OTT ലഭിക്കുന്ന പ്രിന്റിനേക്കാൾ OTT ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിനിമ ചിലപ്പോൾ ഒരു 1 GB 2 GB അടുത്തൊക്കെ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി പ്രിന്റുകൾക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരുമ്പോൾ 600 MB 650 MBയിൽ 180 ക്വാളിറ്റിയിൽ 180p ക്വാളിറ്റിയിൽ നമുക്ക് സിനിമകൾ കിട്ടുകയാണ്. അതായത് ഞാൻ അവസ്ഥയൊന്ന് ചിന്തിക്കണം ആതിര, ഞാൻ ആ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞുതരാം. ആതിര, ഒരു പ്രൊഡ്യൂസർ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ കുടുംബസ്വത്ത് കയ്യിൽ വെച്ച് അനുഭവിക്കുന്നവരൊന്നും അല്ല പ്രൊഡ്യൂസർമാരെന്ന് പറയുന്നത്. ബിസിനസ് നടത്തി ഗൾഫിൽ നിന്നൊക്കെ വന്ന് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് സിനിമ പിടിക്കാനായിട്ട് വരുന്ന ഒരു പ്രൊഡ്യൂസർ, അയാൾ സംവിധായകൻ്റെയും താരങ്ങളുടെയും ഒക്കെ പിന്നാലെ നടന്ന് അവരുടെ ഡേറ്റൊക്കെ ഒപ്പിച്ച് ഒരു നല്ല തിരക്കഥാകൃത്തിനെ കൊണ്ടുവന്ന് ഒരു നല്ല തിരക്കഥ ചെയ്ത് ഒരു സിനിമ തിയേറ്ററിലേക്ക് ഇറക്കി. ആ സിനിമ ഇറങ്ങി ഫാൻ ഷോ, ഇപ്പം ഒരു പ്രധാന താരത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഫാൻ ഷോ ഉണ്ട്. ലാലേട്ടൻ, മമ്മൂക്ക, സൂര്യ, വിജയ്, അജിത്തിനൊന്നും കേരളത്തിലില്ല, പക്ഷേ തമിഴ്നാട്ടിലൊക്കെ അജിത്തിനും ഫാൻ ഷോ ഉണ്ട്. കേരളത്തിൽ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിലാണ് ഫാൻ ഷോ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു നിലവിലിപ്പം പൃഥ്വിരാജിന് വരേക്കും ഫാൻ ഷോസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ലെവലിൽ പൃഥ്വിരാജിന് ഫാൻ ഷോ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പം 4 മണിക്കാണ് ഫാൻ ഷോ. അതൊരു വാശി പോലെയാണ്. വെളുപ്പിന് 4 മണിക്ക് തൻ്റെ താരത്തിൻ്റെ പടം ആദ്യം കാണുക. രാത്രി 12 മണി തൊട്ടാണ് ഷോ തുടങ്ങുന്നത്. 12 മണിക്ക് തുടങ്ങുന്ന ഷോ ഷോകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആകുമ്പോൾ ഇപ്പോൾ 12 മണിക്കാണ് ഷോ നടക്കുക എന്നുണ്ടെങ്കിൽ 12ൻ്റെ ഷോ കഴിഞ്ഞ് അടുത്ത ഷോയ്ക്ക് മുന്നേ തന്നെ പടത്തിൻ്റെ ഹൈ ക്വാളിറ്റി പ്രിൻ്റ് അപ്ലോഡാകുന്ന അവസ്ഥ. കോടികൾ കടം വാങ്ങിച്ച് സ്ഥലം വിറ്റുമൊക്കെ ഒരു സിനിമ എടുക്കാൻ വരുന്ന പ്രൊഡ്യൂസറുടെ അവസ്ഥ കുത്തുവാള എടുത്ത് പോകുമായിരുന്നു പണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിന് മാറ്റമായി. കാരണം പടം എങ്ങനെയെങ്കിലും ഒരു ആവറേജ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ OTT, പിന്നെ സാറ്റലൈറ്റ്. പണ്ടെന്ന് പറഞ്ഞാൽ തിയേറ്ററും സാറ്റലൈറ്റും ചാനൽ റൈറ്റ്സും മാത്രമാണ്. എത്രയോ എൻ്റെ അറിവിൽ തന്നെ എത്രയോ പ്രൊഡ്യൂസർമാർ ഒന്നുമില്ലാതായി തീർന്നു പോയിട്ടുണ്ടെന്നറിയോ. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ കിടപ്പാടം വിറ്റ് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോയ പ്രൊഡ്യൂസർമാരുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ മേനക സുരേഷ് കുമാർ സാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ഒരു
പ്രധാന താരത്തെ വെച്ച് പടമെടുത്ത ഒരു നിർമ്മാതാവ് ഇപ്പം കിടക്കുന്നത് കാറിനുള്ളിലാണ്. കിടപ്പാടം പോയി, കിടക്കാൻ ഇടവില്ലാതെ സ്വന്തം കാറിനുള്ളിൽ ജീവിക്കുന്നു. അത് ഉള്ളതോ ഇല്ലാത്തതോ നമുക്കറിയില്ല. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പിന്നാലെ പിന്നീട് നമ്മൾ അന്വേഷിച്ച് പോയിട്ടില്ല. എന്താണെങ്കിലും വ്യാജ പ്രിൻ്റുകൾ ഇറങ്ങുന്നത് കൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ സിനിമാ വ്യവസായം ശരിക്കും പറഞ്ഞാൽ ഇരുത്തം വന്ന് പോവുകയാണ്. അതായത് അവസാനിക്കപ്പെടുകയാണെന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം 150 രൂപ 200 രൂപ മുടക്കി തിയേറ്ററിൽ പോയി കാണേണ്ട പടം നമ്മുടെ ഈ ഒരു ചെറിയ മൊബൈലിൽ നമുക്ക് കിട്ടുവാണ്. നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് നമ്മൾ പടം കാണുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്കൊരു പടത്തെ പൂർണ്ണമായും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ല, മിക്ക സിനിമകളുടെ എന്ന് പറയുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറെ സിനിമകളുണ്ട്. അത് പലപ്പോഴും ഈ OTT കാണേണ്ടതായിട്ടുള്ള കുറെ സിനിമകൾ ഈ ദൃശ്യമൊക്കെ ആണെങ്കിൽ OTT കൊടുത്തത്. അവർ OTT കൊടുത്തതാണ്. അപ്പൊ അവര് നമ്മൾ പറയുന്നുണ്ട് ഇതെങ്ങാണൊന്ന് തിയേറ്ററിൽ വന്നിരുന്നുവെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ OTT കൊടുത്ത സിനിമകൾ പോലും നമ്മൾ തിയേറ്ററിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് തിയേറ്ററിൽ പോയി കാണണമെന്ന് അവർ തന്നെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു സൗണ്ട് ക്വാളിറ്റി, പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. ഈ അവതാറൊക്കെ വീട്ടിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ, അവതാർ മാത്രമല്ല അതിര എമ്പുരാനെ കുറിച്ച് വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ എമ്പുരാൻ തിയേറ്റർ എക്സ്പീരിയൻസ് 100-110% അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു ചിത്രമാണ്. മലയാളത്തിലെ എന്താ പറയുന്ന ഒരു മലയാളത്തിൽ ഇന്നുവരേക്കും വരാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ആ ചിത്രം. മേക്കിംഗ് ആണെങ്കിൽ മലയാള സിനിമ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലാത്ത, കണ്ടിട്ടില്ലാത്തൊരു സിനിമ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും സ്റ്റോറി വൈസ് ഇച്ചിരി വീക്കായി പോയി. കാരണം ഒരു ടിപ്പിക്കൽ ക്ലീഷേ സെറ്റപ്പിലേക്ക് പോയി എങ്കിൽ പോലും തിയേറ്റർ എക്സ്പീരിയൻസിൽ വളരെ മുന്നിൽ നിന്ന് ആ ചിത്രം വെളുപ്പിന് 4 മണിക്കാണ് റിലീസ് നടക്കുന്നത്. ഞാനൊക്കെ ലാലേട്ടൻ ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് ആഘോഷപൂർവ്വം കണ്ട ആ ചിത്രം ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി കോഫി കുടിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, എടാ നീ അറിഞ്ഞില്ലേ എമ്പുരാൻ്റെ പ്രിന്റ് ലഭ്യമാണ്. ഞാൻ പടം തിയേറ്ററിൽ കണ്ടറാ. അതല്ലടാ നീ ഒന്ന് വാർത്ത, അവൻ മോഹൻലാൽ ഫാനാണ്, നീ ഇതിനെക്കുറിച്ചൊരു ന്യൂസ് ചെയ്യേ, കാരണം ഇത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഇത് ഇപ്പോഴൊന്നും അല്ലല്ലോ, ഇത് ഒരുപാട് കാലങ്ങളായിട്ട്. പക്ഷേ അന്ന് ഇതിൻ്റെ ഭീകരതയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ കരുതിയ തിയേറ്ററിനുള്ളിൽ ഒളിഞ്ഞിരുന്നിട്ട് ക്യാപ്ചർ ചെയ്യുന്ന കൈയും കാലും തലയൊക്കെ വരുന്ന കൂവലും കാറിലും ഒക്കെ ഉള്ളൊരു പ്രിൻ്റ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഇവൻ എനിക്കൊരു ക്ലിപ്പ് അയച്ചു തരുവാണ് എൻ്റെ മൊബൈലിലേക്ക്. അതിൻ്റെ ഒരു ക്ലിപ്പ് എനിക്ക് അയച്ചു തരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ നടുങ്ങിപ്പോയി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഞാൻ കണ്ട ആ 4K റെസൊല്യൂഷനിലുള്ള അതേ ക്ലാരിറ്റിയിൽ ആ ചിത്രത്തിൻ്റെ, അതായത് OTT വരുന്ന പ്രിൻ്റ് ഉണ്ടല്ലോ, അതേ ക്ലാരിറ്റിയിൽ അതിൻ്റെ 1080p റെസൊല്യൂഷനിലുള്ള ഒരു സിനിമ, സൗണ്ട് ക്ലാരിറ്റിയൊക്കെ ഭീകര സൗണ്ട് ക്ലാരിറ്റി, ഒറിജിനലിനെ വെല്ലുന്ന സൗണ്ട് ക്ലാരിറ്റിയുമായിട്ട് ആ ചിത്രം വരികയാണ്. അതൊരു തുടക്കമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അതൊരു തുടക്കമെന്ന് കരുതിയിരുന്നപ്പോൾ അതിനുശേഷം പിന്നാലെ എന്ന് പറഞ്ഞാൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ അജിത്തിൻ്റെ ചിത്രം തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യുന്നു. കേരളത്തിൽ ലിമിറ്റഡ് തിയേറ്ററുകളിലാണ് പടം ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ആ പടം റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ ഇത് അപ്ലോഡ് ആവുകയാണ്. ഈ ടെലിഗ്രാമുകളിലും ബാക്കിയുള്ളിടത്തും എല്ലാം ഇത് അപ്ലോഡ് ആവുകയാണ്. അതിനുശേഷം ഇന്നലെ സ്റ്റുഡിയോയിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തൊരു കാര്യമാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് റിലീസായ, അതായത് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, വെള്ളിയാഴ്ച റിലീസായ ഹിറ്റ് 3 തെലുങ്ക് ചിത്രമാണ്. അത് എന്താ പറയുന്നത്, ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് വന്നിട്ടുള്ള, മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ഹിറ്റ് 1 ഫസ്റ്റ് കേസ്, ഹിറ്റ് ദ ഫസ്റ്റ് കേസ്, ഹിറ്റ് ദ സെക്കൻഡ് കേസിന് ശേഷം വന്ന ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറയുന്ന പടം ഇപ്പം കേരളത്തിലും തമിഴിലും തെലുങ്കിലും ഇറങ്ങിയ ഭാഷകളിലെല്ലാം തന്നെ വളരെയധികം അഭിപ്രായങ്ങൾ നേടി മുന്നോട്ട് പോകുന്ന ആ ചിത്രത്തിൻ്റെ ഒറിജിനൽ പ്രിൻ്റ്, പണ്ട് പ്രേമത്തിൻ്റെ സെൻസർ കോപ്പി ഔട്ടായി എന്ന് പറഞ്ഞിരുന്നു. സെൻസർ കോപ്പി ഔട്ടായതിനേക്കാൾ ക്ലാരിറ്റിയിൽ ഇന്ന് ഹിറ്റിൻ്റെ പ്രിൻ്റ് ഇന്നലെ വന്നു. ഇന്നിതാ രാവിലെ സുപ്രഭാതത്തിൽ വാർത്ത വരികയാണ്, തുടരുമിൻ്റെ പ്രിൻ്റ് ലീക്കാവുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ ഇവർക്ക് എന്ത് നേട്ടം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഈ തുടരുമൊക്കെ തിയേറ്ററിൽ ആ ഫാൻസിൻ്റെ കൂട്ടത്തിലിരുന്ന് ആ ആഘോഷ തിമിർപ്പിൽ കാണേണ്ട ചിത്രങ്ങളാണ്. ലാലേട്ടൻ്റെ ഇൻട്രോയ്ക്ക് കൈയടിച്ച് വിസിലടിച്ച്, നമ്മുടെ ലാലേട്ടനാണ്, മലയാളത്തിൻ്റെ ലാലേട്ടനാണ്. സത്യത്തിൽ ഇങ്ങനെ ഈ ഒരു സ്പോയിലേഴ്സ് തന്നെയാണ് എല്ലാ ഇൻഡസ്ട്രിയിലെയും നല്ല നല്ല സിനിമകൾ തിയേറ്ററിൽ, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആവാതിരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി ഹിറ്റ് ആവാതിരിക്കാന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിന് മറ്റൊരു വേർഷൻ കൂടി ഉണ്ട്. ഈ തിയേറ്ററിൽ ഹിറ്റ് ആവാതിരുന്ന സിനിമകൾ ഇത്തരത്തിൽ ഈ കോപ്പീസ് ഒക്കെ പോയിട്ട് ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ സെക്കൻഡ് പാർട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പിന്നെ തിയേറ്ററിൽ പോയി തിയേറ്റർ ഹിറ്റ് ആയിട്ട്. മലയാള സിനിമയുടെ ആദ്യത്തെ 100 കോടി ക്ലബ് എന്ന് പറയുന്നത് പുലിമുരുകൻ ഇറങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞാൽ ബാലമുരുകൻ, അങ്ങനല്ല, പുലിമുരുകൻ്റെ ബാല്യകാലത്തെ ആ ടൈഗർ ഹണ്ടിങ്,
ആ സീനുകളൊക്കെ അന്ന് മൊബൈൽ വഴി പറന്ന് നടക്കുകയാണ് ആ സാധനങ്ങൾ. ആ പുലിക്ക് നേരെ ചാട്ടുളി പോലെ അത് വന്ന് പല്ല് തെറിപ്പിച്ച് കളയുന്ന ആ രംഗവും മറ്റേ തടിക്ക് വെട്ടിമാറുന്ന അതൊക്കെ കണ്ട് ആവേശം മൂത്ത് തിയേറ്ററിലേക്ക് ഇടിച്ചു കയറിയ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. ഇതൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. കാരണം പുലിമുരുകനൊക്കെ പക്ക തിയേറ്റർ സ്റ്റഫാണ്. അപ്പൊ അത് ഇത് പോകുന്നത് പ്രശ്നമില്ല. അല്ല ഞാൻ പറഞ്ഞത് ഇത് ഇവർക്ക് ഒരു അവയർനെസ് കുറവുണ്ട്. ഈ വ്യാജൻ ഇറക്കുന്നത് മാത്രമാണ് പ്രശ്നം. പക്ഷെ അങ്ങനെയല്ലല്ലോ, വ്യാജൻ കാണുന്ന ആൾക്കാരെയും കൂടെ നിലവിൽ പിടിക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് പഠിക്കുന്നുണ്ടോ? മിക്ക ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ ഇപ്പൊ നിലവിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇത് പിടി വീഴുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൽ ഈ സാധനങ്ങളൊക്കെ ഇടും. എന്നിട്ടേ മാക്സിമം 5 ദിവസം ആ ഗ്രൂപ്പിനകത്ത് 5 ദിവസമല്ല 24 hours ആണ്, 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ. ഇടയ്ക്ക് കണ്ടൊരു കാര്യമായിരുന്നു, ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ ഇങ്ങനെ വന്നിട്ട് ഡിസപ്പയറിംഗ് ഇട്ടിരിക്കുകയാണ്, 5 ദിവസത്തെ ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് അന്നായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ അവർ മാറി. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പിടുത്തം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ 48 മണിക്കൂർ എന്നാക്കി. ഭാഗ്യത്തിന് ഞാൻ ടെലിഗ്രാമിലില്ല, ടെലിഗ്രാം യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ കള്ളൻ കാണുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. പിന്നെ പക്ഷെ മിക്ക ടെലിഗ്രാം ഗ്രൂപ്പ്സിലും നമ്മൾ ഈ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾക്ക് മാത്രമല്ല ഡിമാൻഡ് ഉള്ളതെന്ന് പറയുന്നത്. ഇവര് ചോദിക്കുന്ന പ്രിന്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഈ യൂട്യൂബിലൊന്നും അവൈലബിൾ അല്ലാത്ത കുറെ അധികം സിനിമകളുണ്ടല്ലോ. അല്ല അതൊരു നല്ലൊരു രീതിയില് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പഴയ സിനിമകൾ കുറെ നാൾക്ക് മുമ്പ് ഇറങ്ങിയ ടെലിഗ്രാം ഒരിക്കലും ഒരു ഉപദ്രവകാരിയാണെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കുറെ പഴയ ചിത്രങ്ങളുണ്ട്. അതിന്റെ പ്രശ്നമില്ല. അല്ല VCD ഇല്ല, കഴിഞ്ഞ അടുത്ത ദിവസം അതേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിതൃശൂന്യത എന്ന് പറയും. പച്ച മലയാളത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ തന്തയ്ക്ക് പറക്കാത്ത പരിപാടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുത്തന്റെ കഷ്ടപ്പാടിനെ അടിച്ചു മാറ്റി അതുകൊണ്ട് കഞ്ഞി കുടിച്ചിട്ട് ഇവനൊക്കെ എങ്ങനെ ദഹിക്കുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമയുടെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണാം. കണ്ടാലേ ഉറക്കം വരുള്ളൂ എന്നുള്ള ആൾക്കാരൊക്കെ കുറച്ച് മാറി നിൽക്കട്ടെ. അതിലെന്താണെങ്കിലും ഒരു കാര്യമുണ്ട്, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആഘോഷങ്ങളോടൊപ്പം തന്നെ സിനിമാ വ്യവസായത്തിലും നല്ല രീതിയിൽ ഊന്നി നിൽക്കുന്നുണ്ട്. കാരണം അതൊരു വലിയൊരു ബിസിനസ് തന്നെയാണ്. അതിൻ്റെ ടാക്സ്, മറ്റുള്ള കാര്യങ്ങൾ. തിയേറ്ററുകൾ എന്ന് പറഞ്ഞാൽ ഭീമമായിട്ടുള്ള കറണ്ട് ബില്ല്, ഭീമമായ ടാക്സ്. ഇപ്പം മുനിസിപ്പൽ ടാക്സ് ഉണ്ട്, ഇതുപോലെ തന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഉണ്ട്, കറണ്ട് ബില്ല്, ഭയങ്കരമായിട്ടുള്ള കറണ്ട് ബില്ല്, തിയേറ്റർ സ്റ്റാഫുകളുടെ സാലറി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ലീനിങ് ചാർജ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പടം ഭീമമായ തുകയ്ക്ക് എടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എന്താ പറയുക, അവർ എടുക്കുന്നതിൻ്റെ 1/3 പോലും ലഭിക്കാതെ നഷ്ടം വരുന്നതിന് കാരണം ഈ വ്യാജ സീഡികൾ തന്നെയാണെന്ന് ഞാൻ പറയും. അപ്പം എനിക്ക് പറയാനുള്ളത് അതിനോടെന്നതിനേക്കാൾ ഉപരി ഇത് ഇറക്കുന്നതും ഇത് കാണുന്ന പ്രേക്ഷകരോടാണ്. നിങ്ങൾക്ക് ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ OTT വരുമ്പോൾ കാണാനായിട്ട് നിൽക്കുക. OTT വന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് കാണാം. തിയേറ്റർ റണ്ണിങ് ആയിട്ടുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കുക. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പ്രൊഡ്യൂസർ പടം ഇറക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ്റ് തടിക്കുന്നവരോടൊപ്പം നിങ്ങൾ നിൽക്കരുത്. പടം തിയേറ്ററിൽ തന്നെ കാണുക. അത് തുടരും എന്ന് പറഞ്ഞ്, ഞാൻ ഒരു ലാലേട്ടൻ ഫാൻ ആണെന്ന് എനിക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ തരരുത്. തുടരും മാത്രമല്ല, ഇനി വരുന്ന ഏത് ചിത്രങ്ങളാണെങ്കിലും തിയേറ്റർ പ്രിൻറ്റിനെ ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യരുത്. അത് നിങ്ങൾ നശിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യരെ മാത്രമല്ല, ഒരു എന്താ പറയുന്ന ഒരു വ്യവസായത്തെ ഒന്നാകെയാണ്. സിനിമ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് വ്യവസായത്തെ നശിപ്പിക്കാനാണ് നിങ്ങൾ കൂടെ നിൽക്കുന്നത്. ദയവ് ചെയ്തിട്ട് അതിനുള്ളൊരു പ്രവണത നിങ്ങളിൽ നിന്നുണ്ടാവരുമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്.